നമസ്കാരം. നാളത്തെ ട്രേഡിംഗ് സെഷനിൽ മാർക്കറ്റിൻ്റെ ശ്രദ്ധയാകർഷിക്കാൻ സാധ്യതയുള്ള 3 സ്റ്റോക്കുകളെയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ വഴി പരിചയപ്പെടുന്നത്. ഒന്നാമത്തെ സ്റ്റോക്ക് കെനെക്സ് മൈക്രോ സിസ്റ്റം 1238 രൂപയുടെ സ്റ്റോക്കാണ്. കവച് ട്രെയിൻ ആൻറ്റി കൊളിഷൻ സിസ്റ്റം ഡെവലപ്പ് ചെയ്യുകയും സപ്ലൈ ചെയ്യുകയും ചെയ്യുന്ന ഒരു പാർട്ട്ണർഷിപ്പ് കമ്പനിയാണ് കെനെക്സ് മൈക്രോ സിസ്റ്റം ഇന്ത്യ ലിമിറ്റഡ് എന്ന സ്റ്റോക്ക്. 2000 കോടി രൂപയുടെ മാർക്കറ്റ് ക്യാപ്പുള്ള കമ്പനിയാണ്. ഇന്ത്യൻ റെയിൽവേക്ക് 505 യൂണിറ്റ് കവച് ലോക്കോ എക്യുപ്മെൻറ്റ് സപ്ലൈ ചെയ്യുന്നതിന് വേണ്ടി 411 കോടി രൂപയുടെ ഓർഡർ കമ്പനിക്ക് ലഭിച്ചതുകൊണ്ടാണ് നാളെ കെനെക്സ് മൈക്രോ സിസ്റ്റം എന്ന സ്റ്റോക്ക് മാർക്കറ്റിൻ്റെ ശ്രദ്ധയാകർഷിക്കുക. റീസെൻ്റ്ലി ജനുവരി മിഡോട് കൂടി 2466 കോടി രൂപയുടെ സമാനമായ ഓർഡറും ചിത്തരഞ്ജൻ ലോക്കോമോട്ടീവ് വർക്ക്സിൽ നിന്നും കമ്പനിക്ക് ലഭിച്ചിരുന്നു. ഇവിടെ കവച് ലോക്കോ എക്യുപ്മെൻറ്റ് സപ്ലൈ ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട് തുടർച്ചയായ ഓർഡറുകൾ ലഭിക്കുന്നതുകൊണ്ട് സ്റ്റോക്ക് മികച്ച പെർഫോമൻസ് ആണ് കാഴ്ചവെക്കുന്നത്. കഴിഞ്ഞ ഒരു വർഷത്തെ പെർഫോമൻസ് നോക്കിയാൽ 133% റിട്ടേൺ നൽകുകയും കഴിഞ്ഞ 3 വർഷം കൊണ്ട് ഏകദേശം 326% സ്റ്റോക്ക് മികച്ച റിട്ടേൺ നൽകുകയും ചെയ്തു. കെനെക്സ് മൈക്രോ സിസ്റ്റം എന്ന സ്റ്റോക്കിനെ ഫോക്കസ് ചെയ്യാം. 1238 രൂപയ്ക്ക് അടുത്തായിട്ടാണ് സ്റ്റോക്ക് ട്രേഡ് ചെയ്യുന്നത്. 1000 രൂപയ്ക്ക് അടുത്ത് സ്റ്റോക്കിന് സ്ട്രോങ് സപ്പോർട്ട് ലഭിക്കുകയും അവിടെ നിന്നും ഹയർ സൈഡിലേക്ക് നീങ്ങാൻ ശ്രമിക്കുകയുമാണ്. 1000 രൂപയുടെ സ്റ്റോപ്പ് ലോസ് ആണ് വെക്കേണ്ടത്. 1500 ശേഷം ഹയർ സൈഡിലേക്കുള്ള ബ്രേക്കൗട്ടും കെനെക്സ് മൈക്രോ സിസ്റ്റത്തിൽ പ്രതീക്ഷിക്കാം. രണ്ടാമത്തേത് നെറ്റ്വെബ് ടെക്നോളജീസ് ഇന്ത്യ ലിമിറ്റഡ്. IT സെക്ടറിലെ കമ്പനികളും ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് റിലേറ്റഡ് ആയിട്ടുള്ള സ്റ്റോക്കുകളും മോശം പെർഫോമൻസ് കാഴ്ചവെക്കുന്നത് കൊണ്ട് നെറ്റ്വെബ് ടെക്നോളജി ഇന്ത്യ ലിമിറ്റഡ് എന്ന സ്റ്റോക്കിലും സെല്ലിംഗ് പ്രഷർ വരാനുള്ള സാധ്യതയുണ്ട്. അതോടൊപ്പം തന്നെ കമ്പനിയുടെ പ്രൊമോട്ടർ ഏകദേശം 3% സ്റ്റേക്കുകൾ ഡിസ്കൗണ്ട് പ്രൈസിൽ സെൽ ചെയ്യുകയാണ്. 3168 രൂപ വിലയുള്ള സ്റ്റോക്കിനെ 3027 രൂപ പെർ ഷെയർ എന്ന റേറ്റിലാണ് പ്രൊമോട്ടേഴ്സ് സെൽ ചെയ്ത് 514 കോടി രൂപയുടെ ഫണ്ട് റൈസ് ചെയ്യുന്നത്. ഈ ഫാക്റ്റിൻ്റെ അല്ലെങ്കിൽ ഈ ന്യൂസിൻ്റെ പശ്ചാത്തലത്തിൽ നാളെ സ്റ്റോക്കിൽ ഒരു ബെയറിഷ് സെൻറ്റിമെൻറ്റ് വർക്കാകാനുള്ള സാധ്യത കൂടുതലാണ്. ക്വാർട്ടർലി റിസൾട്ടിൽ കമ്പനിയുടെ പെർഫോമൻസ് മികച്ചതായിരുന്നു. നെറ്റ്വെബ് ടെക്നോളജിയുടെ പ്രോഫിറ്റ് 64% വർദ്ധിക്കുകയും റവന്യൂ 140% വർദ്ധിച്ച് 804 കോടിയായി ഉയരുകയും മാർക്കറ്റ് എസ്റ്റിമേഷനെ ബീറ്റ് ചെയ്ത പെർഫോമൻസ് കമ്പനി കാഴ്ചവെക്കുകയും ചെയ്തു. കൂടാതെ കമ്പനിയുടെ EBITDA 44 കോടിയിൽ നിന്നും 97.5 കോടിയിലേക്ക് മെച്ചപ്പെടുകയും ചെയ്തു. നെറ്റ്വെബ് ടെക്നോളജി ഒരു സമയത്ത് 4500 രൂപ വരെ ഉയർന്നിരുന്നു. അതിനുശേഷം 3000 അടുത്തേക്ക് സ്റ്റോക്ക് എത്തിയിട്ടുണ്ട്. 3000 സ്റ്റോക്കിൻ്റെ ഒരു സ്ട്രോങ് സപ്പോർട്ട് സോൺ തന്നെയാണ്. കഴിഞ്ഞ 6 ആഴ്ചയായി സ്റ്റോക്ക് 3000 എന്ന സപ്പോർട്ടിനെ ടെസ്റ്റ് ചെയ്യുന്നു. ഇവിടെ നിന്നും ഹയർ സൈഡിൽ നിന്നും പ്രൈസ് റിജക്ഷനെ ഇൻഡിക്കേറ്റ് ചെയ്യുന്ന ക്യാൻഡിലുകൾ വന്നതുകൊണ്ട് 3000 എന്ന സപ്പോർട്ട് നഷ്ടമായാൽ സ്റ്റോക്കിൽ സെല്ലിംഗ് പ്രഷർ വരാനുള്ള സാധ്യതയുണ്ട്. അത് സ്റ്റോക്കിനെ 2500, 2255 തുടങ്ങിയ ലെവലുകളിലേക്ക് എത്തിച്ചേക്കും. മൂന്നാമത്തെ സ്റ്റോക്ക് കിർലോസ്കർ ഓയിൽ എഞ്ചിൻ ലിമിറ്റഡ് ആണ്. ഇന്നത്തെ ട്രേഡിംഗ് സെഷനിൽ 5% ഉയരുകയും 1326 രൂപയ്ക്കടുത്ത് ക്ലോസിംഗ് നൽകുകയും ചെയ്ത സ്റ്റോക്ക്. 20,000 കോടി രൂപയുടെ മാർക്കറ്റ് ക്യാപ്പുള്ള കമ്പനിയുടെ വാല്യൂഷൻ 38.08. കിർലോസ്കർ ഓയിൽ എഞ്ചിൻ ലിമിറ്റഡ് എന്ന സ്റ്റോക്ക് അതിൻ്റെ ക്വാർട്ടർലി റിസൾട്ട് പുറത്തുവിട്ടിട്ടുണ്ട്. ക്വാർട്ടർലി റിസൾട്ടിൽ ഹെൽത്തി ഗ്രോത്ത് ആണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. കമ്പനിയുടെ നെറ്റ് പ്രോഫിറ്റ് 56% വർദ്ധിച്ച് 71 കോടിയിൽ നിന്ന് 111 കോടിയിലേക്ക് എത്തുകയും റവന്യൂ 30% വർദ്ധിച്ച് 1449 കോടിയിൽ നിന്നും 1872 കോടിയിലേക്ക് ഉയരുകയും ചെയ്തു. കമ്പനിയുടെ EBITDA 282 കോടിയിൽ നിന്നും 331 കോടിയിലേക്ക് ഉയരുകയും EBITDA മാർജിൻ 17.7% രേഖപ്പെടുത്തുകയും ചെയ്തു. കിർലോസ്കർ ഓയിൽ എഞ്ചിൻ ലിമിറ്റഡ് എന്ന സ്റ്റോക്കിനെ സംബന്ധിച്ചിടത്തോളം 1350 ഒരു റെസിസ്റ്റൻസ് സോണാണ്. റെസിസ്റ്റൻസ് സോണിനടുത്തായിട്ടാണ് സ്റ്റോക്ക് ഇപ്പോഴുള്ളത്. ക്വാർട്ടർലി റിസൾട്ട് മികച്ചതായതിൻ്റെ പശ്ചാത്തലത്തിൽ ബ്രേക്കൗട്ട് വരാനുള്ള സാധ്യതയുണ്ട്. ബ്രേക്കൗട്ട് വന്നാൽ റൗണ്ടിംഗ് ബോട്ടം രീതിയിലുള്ള ഒരു ക്യാൻഡിൽ പാറ്റേൺ ഫോർമേഷൻ വന്നതുകൊണ്ട് ബ്രേക്കൗട്ട് വരികയാണെങ്കിൽ 1500 എന്ന ലെവലിലേക്ക് സ്റ്റോക്ക് ഉയർന്നേക്കാം. 1250 സ്റ്റോക്കിൻ്റെ സ്ട്രോങ് സപ്പോർട്ടായി പ്രവർത്തിക്കുകയും ചെയ്യും. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു.